ഞാൻ കണ്ണുകൾ അടയ്ക്കാൻ മറന്ന് ഋതുവിനെ തന്നെ നോക്കിയിരുന്നു. എത്ര സുന്ദരി, എത്ര മനോഹരി എൻ്റെ ഹൃദയേശ്വരി. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് യേശുദാസ് പാടി. ഇതുപോലെ മേക്കപ്പ് എനിക്കും വേണമായിരുന്നു. എങ്കിൽ ഞാനും ഋതുവിനെ പോലെ വെളുത്ത് ചുമന്നിരുന്നേനെ. എനിക്ക് നിരാശ തോന്നി. അപ്പോൾ അടുത്തിരുന്ന ഷിബു പതിയെ എൻ്റെ കാതിൽ പറഞ്ഞു, ഇങ്ങനെ തുറച്ചു നോക്കാതെടാ, നിന്റെ കണ്ണടിച്ചു പോവും. ഷിബു പതുക്കെയാണത് പറഞ്ഞതെങ്കിലും അപാര കേൾവിശക്തിയുള്ള ചില പെണ്ണുങ്ങളുടെ കാതുകൾ അത് പിടിച്ചെടുത്ത് വായിലൂടെ കക്കക്കക്ക എന്നുള്ള ചിരിയായി പുറത്തേക്ക് തള്ളി. ഈ ഷിബുവിന് അല്പം ആളാകൽ കൂടുതലാണ്. വച്ചിട്ടുണ്ട് ഷിബു, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഋതു എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സത്യമായിട്ടും ഞാനും തിരിച്ചു പുഞ്ചിരിച്ചു. പക്ഷേ ടെൻഷൻ കാരണം എൻ്റെ പുഞ്ചിരി വെളിയിൽ വന്നില്ല. അകത്തിരുന്ന് തന്നെ അത് ചത്തുപോയി. എങ്ങനെ പുഞ്ചിരിച്ചാകാതിരിക്കും? ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കുകയല്ലയോ? എനിക്ക് ഇതൊന്നും നേടാനുള്ള ശക്തിയില്ല. മുൻചുണ്ടി ഉണ്ടെന്നേയുള്ളൂ. ഞാനൊരു സഭാകമ്പക്കാരനാണ്. അവൾ കാർന്നോർമാരെയൊക്കെ തൊഴുത് കതിർ മണ്ഡപത്തിലേക്ക് കയറി. ഞാൻ ആലോചിച്ചു, ഈ കയറി വരുന്നത് ദേവിയാണോ അതോ മൂദേവിയാണോ? ഇവൾ എനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് ജീവിതമാണോ അതോ മരണമാണോ? കണ്ടറിയണം കോശി, എനിക്ക് എന്ത് സംഭവിക്കുമെന്ന്. അവളെന്റെ സമീപം വന്നിരുന്നു. അവളുടെ ദേഹം എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്തപ്പോൾ ഞാനൊന്ന് കുളിർന്ന് ഞെട്ടി. എൻ്റെ നെഞ്ചിൽ ചെണ്ടമേളം. ആ മേളത്തിനനുസരിച്ച് എൻ്റെ ശരീരവും തുള്ളാൻ തുടങ്ങി. വന്നിട്ട് കുറെ നേരമായോ? അവൾ വെറുതെ ഒരു ലോഹ്യം എന്നോട് ചോദിച്ചു. ഞാൻ അതിന് മറുപടി പറയാൻ പോയില്ല. അർത്ഥമില്ലാത്ത ചോദ്യം. അതുമല്ല, നാദസ്വരക്കാരന്മാർ ഉണ്ടാക്കുന്ന ബഹളം കാരണം ഞാൻ തീരെ അസ്വസ്ഥനാണ്. നാട്ടുകാരാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അബദ്ധങ്ങൾ വരുത്തുന്നുണ്ടോ എന്നറിയാനായി കണ്ണടയ്ക്കാതെ എന്നെ തന്നെ തുറച്ചു നോക്കിയിരിക്കുന്നു. നാട്ടിൽ ചെന്നിട്ട് പറഞ്ഞു ചിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഈ അന്തരീക്ഷത്തിൽ സൗഹൃദ സംഭാഷണങ്ങൾക്ക് എൻ്റെ മനസ്സ് സജ്ജമല്ല ഋതു. 2-3 കാരണവന്മാർ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ അലറുന്നുണ്ട്. ഒരു പുഷ്പഹാരം അവൾ എൻ്റെ കഴുത്തിലേക്കിട്ടു. തിരിച്ചൊന്ന് ഞാനും. താലി കെട്ടാനായിരുന്നു ബുദ്ധിമുട്ട്. കൈവിറയൽ കാരണം മാല 2 പ്രാവശ്യം കയ്യിൽ നിന്ന് താഴെ വീണു. അപശകുനമാണല്ലോ. മലയിലെ മാമൻ ആകാശത്തേക്ക് നോക്കി തൊഴുതുകൊണ്ട് പറഞ്ഞു. ഞാൻ മനസ്സിൽ പറഞ്ഞു, കരുനാക്കെടുത്ത് വളയ്ക്കാതെ മാമ, അപശകുനം കൊണ്ടല്ല, കൈവിറയൽ കൊണ്ടാണ് മാല താഴെ വീണത്. മാമ വെറുതെ ഭാവന ഉപയോഗിച്ച് കഥകൾ രചിക്കല്ലേ പ്ലീസ്. ഭുവനൻ കുനിഞ്ഞു കിടന്ന് ഇതൊക്കെ വീഡിയോയിൽ പിടിക്കുന്നുണ്ട്. ഭഗവാനെ, കൈവിറയലൊന്നും ക്യാമറയിൽ പതിയല്ലേ. മാല ഋതുവിന്റെ കഴുത്തുവരെ എത്തിക്കാൻ ഞാൻ ഒരുപാട് അധ്വാനിച്ചു. പക്ഷേ മാലയുടെ കൊളുത്തിടാൻ എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. ആണുങ്ങളുടെ ഈ കൈവിറയൽ കാരണമായിരിക്കാം താലികെട്ടിന് സഹായിക്കാൻ പഴയ കാരണവന്മാർ ചെറുക്കന്റെ സഹോദരിയെ പെണ്ണിന്റെ പുറകിൽ നിർത്തുന്ന ചടങ്ങിന് തുടക്കമിട്ടത്. അതെന്തായാലും നന്നായി. ജാനകി കുഞ്ഞമ്മയുടെ മകൾ ശ്രുതിയാണ് നാത്തൂന്റെ സ്ഥാനത്ത് നിന്ന് ഈ ചടങ്ങ് നിർവഹിച്ച് എന്നെ സഹായിച്ചത്. സത്യത്തിൽ ശ്രുതിയല്ല ഇത് ചെയ്യേണ്ടത്. എന്റെ ചേച്ചിയാണ് യഥാർത്ഥ നാത്തൂൻ. പക്ഷെ അവൾ വന്നിട്ടില്ല. ആ കഥ പിന്നെ പറയാം. പിന്നെയുമുണ്ടായി ദുരിതങ്ങൾ. ഋതുവിന്റെ വിരലിൽ വിവാഹമോതിരം ഒരു വിധത്തിലാണ് ഞാൻ ഇട്ടുകൊടുത്തത്. ഉണ്ണിയേട്ടൻ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നത്? ഋതു പതിയെ ചോദിച്ചു. ഭയങ്കര തണുപ്പ്. വല്ല പനിയോ മറ്റോ ആണോ? അവൾ പരിഭ്രമിച്ചു. ദൈവമേ, പനി പകരുമെന്നും പറഞ്ഞ് ഇന്ന് രാത്രി ഇവളെന്നെ മാറ്റിക്കിടത്തുമോ? ഞെട്ടലോടെ ഞാൻ ചാടിക്കയറി പറഞ്ഞു, പനിയല്ല, ഇത് വെറും കുളിര്. ചെലച്ചോണ്ടിരിക്കാതെ ആ മോതിരം ഇട്ടു കൊടുക്ക്. ഒരു കാരണവൻ ഋതുവിനോട് കയർത്തു. കാത്തു പെട്ടെന്ന് എന്റെ വിറയ്ക്കുന്ന കൈ പിടിച്ച് വിരലിലേക്ക് വിവാഹമോതിരം കുത്തിക്കയറ്റി. അയ്യോ, വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. ഞാൻ വേദനിപ്പിക്കാതെയാണ് മോതിരം ഇട്ടുകൊടുത്തത്. പക്ഷെ ഇവൾ ചെയ്തത് കണ്ടോ മാമ? നല്ല വഴക്ക് കൊടുക്കു മാമ എന്ന അർത്ഥത്തിൽ ഞാൻ തോട്ടിൻകര സഹദേവനെ നോക്കി. പക്ഷെ പുല്ലൻ നിന്ന് ചിരിക്കുകയാണ്. ഋതു എന്നോടുള്ള ഉപദ്രവം വീണ്ടും തുടർന്നു. ഇനി പെണ്ണിന്റെ കൈയും പിടിച്ച് ചെറുക്കൻ വിളക്കിന് ചുറ്റും കറങ്ങിൻ എന്ന് പൂജാരി കൽപ്പിച്ചപ്പോൾ യാതൊരു പരാതിയുമില്ലാതെ അനുസരിക്കാൻ തയ്യാറായവനാണ് ഈ ഞാൻ. ഋതുവിന്റെ കൈയും പിടിച്ച് ഞാൻ മുമ്പിലും ഋതു പിന്നിലുമായി. അഗ്നിയെ വലം വയ്ക്കവേ എന്റെ ഉടുമുണ്ടഴിഞ്ഞ് താഴെ വീണു. മുണ്ട് വെറുതെ അഴിഞ്ഞതല്ല. ഋതു പിറകിൽ നിന്ന് മുണ്ടിൽ ചവിട്ടിയപ്പോഴാണ് അതഴിഞ്ഞത്. ഞാൻ അലറിക്കൊണ്ട് അഴിഞ്ഞുപോയ മുണ്ട് വലിച്ചുവാരി ഉടുത്തു. ദൈവമേ, അണ്ടർവെയർ ഇട്ടത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ എല്ലാവരും കണ്ടേനെ. ഭുവനൻ തറയിലിരുന്ന് ഇതൊക്കെ പകർത്തുന്നുണ്ട്. ഭഗവാനെ, ഇതൊന്നും ക്യാമറയിൽ പതിയല്ലേ. ഞാൻ ഋതുവിനെ കണ്ണു മുഴപ്പിച്ചൊന്ന് നോക്കി. മുണ്ടിൽ അറിയാതെ ചവിട്ടിയതാണ് എന്നാണ് ഋതു പറയുന്നത്. മനഃപൂർവ്വമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൾ കതിർ മണ്ഡപത്തിൽ കയറിയപ്പോൾ എന്റെ വിരലും മുറിഞ്ഞു, മുണ്ടഴിഞ്ഞ് മാനവും പോയി. ഇനി ഇവൾ കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. അതോർത്ത് എന്റെ ഹൃദയം കിടുങ്ങി.